ഇതിനെയാണ് പ്രോപ്പർ വെക്കേഷൻ എന്ന് പറയുന്നത്. റിലാക്സ്ഡ്. പബ് ഹോപ്പിംഗ് പോലെ ഞങ്ങളിങ്ങനെ ബീച്ച് ഹോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈഫിലെ എക്സ്പീരിയൻസുകൾക്കും നമ്മളാണ് റെസ്പോൺസിബിൾ. ഫ്ലെക്സ് ചെയ്യും ഭാരതമെന്ന. ഇതാണ് സ്വർഗം. സ്വർഗം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിനക്ക് ഭ്രാന്തായിരുന്നു. അഖില and Abhijit. Yes. Nice to meet you. And there is one star. Make a wish. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടെയിൽസ്. അപ്പോൾ നമ്മൾ ബേരത്ത് നിന്ന് നേരെ വന്നത് സാമലിലാണ്. സാമലിലൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന അൽബേനിയയുടെ കോസ്റ്റൽ ഏരിയാസാണ്. സാമൽ, സറാണ്ടെ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ ഒരു ഓഫ് പീക്ക് ടൈം, അതായത് നവംബർ, ഡിസംബർ ആ ഒരു ടൈമിൽ അൽബേനിയ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്ക സ്ഥലങ്ങളും പ്രൈവറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതാ ഈ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലോഞ്ച് പോലെ. ഓഫ് പീക്ക് ടൈം ആയതുകൊണ്ട് നമ്മൾ ബീച്ചിൽ പോയപ്പോഴും ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ നവംബർ, ഡിസംബർ ടൈം ഭയങ്കര വർത്താണ് പോകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇനി അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഞാൻ ഓർത്തു സിമ്പിളായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് പോട്ടെ ഈ വ്ളോഗെന്ന്. പുറകിൽ ഈ ബ്യൂട്ടിഫുൾ ബീച്ചാണുള്ളത് നിങ്ങൾ കാണുന്ന പോലെ. നമ്മളിന്നുള്ളത് സാമിൽ അല്ലെങ്കിൽ കസമിൽ, സാമിൽ എന്നാണ് തോന്നുന്നു പറയുന്നത്. നമ്മളിന്നുള്ളത് സാമൽ അൽബേനിയയിലാണ്. സോ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുക, ചുമ്മാ റിലാക്സ് ചെയ്യുക. അപ്പം എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. നിന്റെ പുറകിൽ ഒരാൾ. സാമിൽ വന്നിട്ട് ഞങ്ങൾ ഈ ബ്യൂട്ടിഫുൾ സീൻ്റെ വ്യൂവും കണ്ട് ഇവിടെ കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ. ഇതിനെയാണ് പ്രോപ്പർ വെക്കേഷൻ എന്ന് പറയുന്നത്. റിലാക്സ്ഡ് ചിൽ മോഡ്, ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ നേച്ചറുമായിട്ട് ബ്ലെൻഡായി പോകുന്ന ഈ ഒരു സ്റ്റേറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് ഹോം. എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ. അടിപൊളി വെക്കേഷൻ, ഭയങ്കര റിലാക്സിങ്. ആൻഡ് എനിക്കിതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു അറ്റ് ഫസ്റ്റ്. പക്ഷെ കയറി കഴിഞ്ഞിട്ട് ഓൾ ഗുഡ്. ഇറങ്ങാൻ തോന്നുന്നില്ല. അഭി ശരിക്കും എൻജോയ് ചെയ്യുവാണ് കഴിച്ച്. ഇങ്ങനെ പാട്ടൊക്കെ പാടി. ഇതാണ് ഒരു പ്രോപ്പർ, എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഗെറ്റ് അവേ ഫ്രം അവർ ബിസി ലൈഫ്. ഞാൻ അങ്ങനെ നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡ്രൈവ് എടുത്ു. ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു നാഷണൽ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോകാമെന്ന് പറഞ്ഞായിരുന്നു പോയത്. പക്ഷെ ഞങ്ങൾ അതിന് പകരം ഞങ്ങളൊരു കാസിൽ പോയി വിസിറ്റ് ചെയ്തത്. ഈ ജങ്കാറൊക്കെ കയറിയിട്ട്. നമ്മളിപ്പോൾ ഒരു ട്രക്കിംഗ് സ്പോട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ട്രക്ക് ചെയ്ത് നല്ലൊരു വ്യൂ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കണ്ടതാണ്. ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഓ നൈസ്. പക്ഷെ അത് എവിടുന്നാ കാണും?
ഇത് റിവറാണോ എന്തത്? വീടല്ലേ? ഒരാളിവിടെ ബീച്ചിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ നല്ല ഹൈറ്റിൽ വന്നു. ഇവിടെ ഫുള്ള് റിവറും അപ്പുറത്തെ സൈഡ് ഫുൾ സീയും ആണ്. അപ്പോൾ നമ്മൾ സീ സൈഡിലായിരുന്നു നമ്മൾ നിന്നത്. നമ്മളിപ്പോൾ ഓഗസ്റ്റ് ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലേക്ക് ഹെഡ് ചെയ്യുവാണ്. ഇതാണ് ഗൈസ് ഓഗസ്റ്റ് ബീച്ച്. അപ്പം നമ്മളിവിടെ ഒന്ന് ഇറങ്ങാമെന്നും പറഞ്ഞ് വന്നതാണ്. ഞാൻ മിക്കവാറും ഇറങ്ങുന്നുണ്ടാവില്ല, പക്ഷെ അബി ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ബാഗൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പോയി എടുത്തിട്ട് വന്നു. നമുക്ക് മാത്രം വേണ്ടി ഉള്ളത് കണക്ക്. ഇപ്പോൾ നല്ല രസമുണ്ട്, നല്ല തണുപ്പ് കാണും. ഈവൻ ദോ വെയിലാണെങ്കിലും ഇതൊരു പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് നട്ടുച്ചപ്രാന്തെന്ന് പറയും. നിങ്ങൾ ഈ കാണുന്ന വെയിലൊന്നും അല്ല, വെള്ളം നല്ല ഐസ് കോൾഡ് വാട്ടർ ആണ്. പിന്നെ ഇപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാറങ്ങി. ഞാൻ ലൈവായിട്ട് നിന്റെ വിറക്കുന്ന റിയാക്ഷൻ എടുക്കട്ടെ. മര്യാദക്ക് ഇറക്കി. ഇനി നിന്നെ ഇവിടുന്ന് ഇറക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇറങ്ങ. നല്ല ക്ലിയർ വെള്ളം അല്ലേ, ടർക്കോസ് വാട്ടർ. ഇറങ്ങ. എന്താ ഭയങ്കര തണുപ്പാ. എനിക്ക് ഇങ്ങനത്തെ അതിമോഹങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാ മതി. ഫ്ലെക്സ് ചെയ്യും ഭാരതം എന്ന. കുഴപ്പമൊന്നുമില്ല, നല്ല തണുക്കുന്നുണ്ട്. സെറ്റായോ? നല്ല ഹാപ്പി ഫോർ ഹിം. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. തുഷ്ടൻ വെക്കേഷന് വന്ന് അടിച്ചു പൊളിക്കാം. അന്നാ മറ്റേ മായാബേലും ഇങ്ങനെ നീ ഒറ്റയ്ക്ക് പോയി നീന്തി. എനിക്ക് പറയണം. പക്ഷെ ഇത്രയും വലിയൊരു ബീച്ച് പ്രൈവറ്റ് ആയിട്ട് നിനക്ക് കിട്ടിയല്ലോടാ. അപ്പൊ ഇവിടുന്ന് പോവല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനാണിത് സജസ്റ്റ് ചെയ്തത്, ഈ ബീച്ച്, ഓഗസ്റ്റ് ബീച്ച്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് സാമിലിൽ വരുവാണെങ്കിൽ നിങ്ങളിവിടെ ട്രൈ ചെയ്യണം. പക്ഷെ ഞങ്ങളെപ്പോലെ ഇത്ര പ്രിവിലേജ്ഡ് ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ബീച്ച് ഫുൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഷൂ പോയോ? വൃത്തിയായിട്ട പട്ടിക്ക് ഡോറിറ്റോസ് കൊടുത്തായിരുന്നു. വൃത്തിയായിട്ടാ ഷൂ സോൾ മൊത്തം കടിച്ചു കയറി. ഇനിയിപ്പോ നിനക്ക് സെയിലിന് പുതിയ ഷൂസ് റിഗ്രറ്റ് ഇല്ലാതെ വാങ്ങാമല്ലോ.
അവിടുത്തെ ക്ഷീണം തീർക്കാനായിട്ട് അടുത്ത ബീച്ചിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ന്യൂ ഫിയർ അൺലോക്ഡ്. ഞാനെങ്ങാനും ഇരിക്കുമ്പോഴാണ് ഇത് പൊട്ടി വീഴുന്നതെങ്കിൽ തീർന്നു. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഈ ബീച്ചിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇവിടെ മൊത്തം ബീച്ചുകളാണ് ഗൈസ്. വെതർ എന്ന് പറഞ്ഞുണ്ടല്ലോ, നല്ല തണുപ്പും ഉണ്ട് ആൻഡ് നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഗൈസ് എനിക്കാണെങ്കിൽ തലയിലോട്ട് ഇങ്ങനെ വെയിലടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് മൂഡ് പോകുന്നുണ്ട്. ഒരു തലവേദന പോലൊക്കെ തോന്നുന്നുണ്ട്. ഇത് പേടിയുണ്ടല്ലേ? ഓക്കെ, കമായി ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ചുമ്മാ ബീച്ച് ഹോപ്പിംഗ് ആണ് വൈബ്. ഇവിടുത്തെ പൂച്ചയുടെ ഒക്കെ സൈസ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബോറ ബോറ ബീച്ചില് ഒരു ക്ലിഫ് ടോപ്പ് ഉണ്ട്. ക്ലിഫ് ടോപ്പ് അല്ല, ലൈക്ക് ഇങ്ങനെ എനിക്ക് പേടിയാവുന്നു ഇവിടുന്ന് എടുക്കാനായിട്ട്. ഞാൻ അതിന്റെ മേളിൽ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ആൻഡ് ഇവിടുന്നുള്ള വ്യൂ ഇറ്റ്സ് റിയലി ഗുഡ്. അഭി അവിടെ ഇവിടെ കുളിച്ച് തകർത്തോണ്ടിരിക്കുക. ഫോൺ കണ്ട് തിരിച്ചാക്കി. ആദ്യമായിട്ട് ഇവൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം. അഭി ഫോൺ പോവും, കൊല്ലും ഞാൻ നിന്നെ. ഇതാണ് എനിക്ക് ഇവിടുന്നുള്ള വ്യൂ. ഈ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുക. ബീച്ച് വീഴാം. വീണില്ല. പൊളി. ഓ, പൊളിക്കേഷ് എക്സ്പീരിയൻസ്. കണ്ണിൽ ഉപ്പ് പോയി ഗൈസ്. ഇതാണ് സ്വർഗം. സ്വർഗം. ഇവിടുന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ ബോറാബോറ ബീച്ച് ഫുൾ കാണാം. അതിന്റെ അവിടെ നമുക്ക് കുറെ മൗണ്ടൻസ് കാണാം. നമ്മൾ രാവിലെ ട്രെക്ക് ചെയ്യാനൊക്കെ പോയ മൗണ്ടൻസ്. അതിന്റെ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. എന്നാലും ഇവർ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെ മറ്റേ പബ് ഹോപ്പിംഗ് പോലെ ഞങ്ങളിങ്ങനെ ബീച്ച് ഹോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുക. ഞാനുള്ള ടാനെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഒരു ബീച്ചിൽ നിന്ന് അടുത്ത ബീച്ചിലേക്ക് ഇങ്ങനെ ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത എവിടാ പോകണ്ടേന്ന് ഞങ്ങൾ നോക്കുക. കാരണം ഒന്നാമത് എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് ഇനി ഒന്ന് രണ്ട് ബീച്ചിലും കൂടെ കേറിയാൽ ഇനിങ്ങനെ അഡ്രിനാലിനല്ല ഇനി മറ്റേ റഷ് അടിച്ചിരിക്കും. എന്തോ ആണോ. അങ്ങനെ ബോറ ബോറ ബീച്ച് കണ്ടു. ഇനി അടുത്ത വേറെ എങ്ങോട്ടാന്ന് വെച്ചാ ഡോറ ഡോറ ബീച്ചിൽ പോകുമ്പോ കാണാം ഗൈസ്. എനിക്ക് തോന്നുന്നില്ല. Nice to meet you. Yeah. I am Marcello from Italy. And you name? Akila. Akila and Abhijit. Abhijit. Yes. Nice to meet you. Yeah, Namaste. Namaste. Bye bye. Namaste. Bye. Have a good day. Thank you very much. ഗൈസ്, അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാമൽ ബീച്ചിൽ നിന്ന് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിനി അടുത്ത പോകുന്നത് എവിടേക്കാണ്? നമ്മളിനി സറാൻഡേ എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. പക്ഷെ സ്റ്റേ ചെയ്യുന്ന ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ സറാൻഡേ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അവിടെ ഞാനൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട് സീ ഫുഡിന്. എനിക്കിപ്പോൾ പ്രോൺസ് കഴിക്കണം. അപ്പോൾ എനിക്ക് കൊതിയായിട്ടായി. വീട്ടിൽ പോകണം, ഫോണൊന്ന് ചാർജ് ചെയ്ത് വെക്കണം. ആൻഡ് നമുക്ക് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാം അല്ലേ? ഇതാണിപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് ഒന്നും കിട്ടിയില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. ഓഫ്, അടിപൊളി.
അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് സാമലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സറാണ്ടയിലേക്ക് പോവാണ്. അപ്പം നമ്മൾ സറാണ്ടയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സീ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറി, അബി ഫ്രഷായി, ഞാനും ഫ്രഷായി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. നമ്മളിനി ഇവിടുന്ന് ഒരു ഹാഫ് അവർ ഡ്രൈവ് ഉണ്ട്. പുറകിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച്. നമ്മൾ ഒരുപാട് ബീച്ച് കണ്ടു. ഈ സറാണ്ടയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിനക്ക് ഭ്രാന്തായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് എന്താ പറയുക, ബ്യൂട്ടി ടു അവർ ഐസ് എന്ന് പറയുന്ന ഒരു കാഴ്ച. എന്തെല്ലാം കാണാനുണ്ടല്ലേ നമുക്ക് ഈ ലോകത്ത്. ഞാനും അബിയും സൺസെറ്റിൻ്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് സൺറൈസിനെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം സൺസെറ്റാണ്. ആൻഡ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ ഇപ്പം ഞാനിവിടെ കാണുന്ന ഈ ഗോൾഡൻ അവർ ഉണ്ടല്ലോ, ഇത് എന്താ പറയുക, ഇത് പിക്ചർ എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഇങ്ങനെ മറ്റേ സ്വാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിന് നമ്മളാണ് റെസ്പോൺസിബിൾ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസുകൾക്കും നമ്മളാണ് റെസ്പോൺസിബിൾ. നമുക്ക് എന്തൊക്കെ ചാൻസ് കിട്ടിയാലും അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. എന്താ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഒരു സൺസെറ്റ് കണ്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ അവറാണ് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. തമിഴിലുള്ള ലാസ്റ്റ് ഈവനിങ് ആണിത്. അതിന് ഭയങ്കര ഓർത്തായിരുന്നു. എനിക്ക് എത്രത്തോളം എനിക്ക് സൺസെറ്റ് ഇഷ്ടമാണെന്ന് എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്ക് അറിയാം. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഞാൻ കാണുന്നത്. ആൻഡ് ദർ ഇസ് 1 സ്റ്റാർ, മേക്ക് എ വിഷ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് മൊമെന്റ് ഇത്. ഞാൻ മനസ്സോടെ ഈ സ്ഥലത്തിനോട് വിട പറയുകയാണ്. ഗൈസ് ഇനി എന്ത് വേണം, മൂണിനെയും കണ്ട് ഒരു ഫുൾ മൂൺ. ഫുഡ് ആൻഡ് റെഡി അല്ലേ പാച്ചു? നല്ല വിശപ്പുണ്ട്. എനിക്ക് ആനയെ തിന്നാനുള്ള, എനിക്ക് പ്രോൺസ് മതി. അമ്പിക്കുട്ട എന്താ അതൊക്കെ ചുമ്മാ. നിന്റെ വീഡിയോ എങ്ങനെയാ അറിയാം? ഞാൻ കാണിച്ചത് ഇതാണ് നിന്റെ വീഡിയോ. ഞാൻ കാണിച്ചത് ഇതാ നിന്റെ വീഡിയോ. കണ്ടോ ഞാൻ എടുക്കുമ്പോ ഇങ്ങനെ. ചാടല്ലേ എന്തുവാ അതെന്താ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സറാണ്ട എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയും കൂടെ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ സാമലിലേക്ക് പോവാണ്, നമ്മുടെ ഹോട്ടലിൽ. ഗൈസ് അപ്പം നമ്മളിതാ ലാസ്റ്റ് ഡേയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതാ ഫുൾ പാക്ക് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ സാമലിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ഇനി നേരെ യാത്ര തിരിക്കുന്നത് എയർപോർട്ടിലേക്കാണ്. പക്ഷെ പോകുന്ന വഴിക്ക് നമുക്കിനി ഒരു വില്ലേജും കൂടെ കവർ ചെയ്യാനുണ്ട്. ക്രൂഹ